പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇപ്പം കാണുന്നത് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എണ്ണം എത്രയാണെന്ന് നോക്കിയൊക്കെയാണ് ഓരോരുത്തർ റേറ്റൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പം മലയാള സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിൽ കൂടുതൽ നമ്മുടെ കീർത്തി സുരേഷ് ആയിരുന്നു. കീർത്തി സുരേഷിന് അതിന് 18.8 മില്യൺ ആൾക്കാർ കീർത്തി സുരേഷിനെ ഫോളോ ചെയ്യുന്നുണ്ട്. കീർത്തി സുരേഷിൻ്റെ ഫോളോവേഴ്സ് കൂടാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ ചിത്രങ്ങളിലൊക്കെ അന്യഭാഷയിലൊക്കെ അഭിനയിച്ചതുകൊണ്ട് അവരുടെ റേറ്റിംഗ് അങ്ങ് കൂടി ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടുന്നു. ഇങ്ങനെയൊക്കെയാണ് സാധാരണ സംഭവിക്കുന്നത്. മറ്റൊരാളായിരുന്നു അനുപമ പരമേശ്വരൻ. അനുപമ പരമേശ്വരനും അങ്ങനെ തന്നെയാണ്. അന്യഭാഷകളിലൊക്കെ അഭിനയിച്ചുകൊണ്ട് ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടി 16.6 മില്യൺ ആൾക്കാരായിരുന്നു അനുപമയും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. മറ്റൊരു താരമായിരുന്നു ദുൽഖർ സൽമാൻ. ദുൽഖർ നമുക്കറിയാം, തെലുങ്കിലൊക്കെ അഭിനയിച്ച് അനേകം ചിത്രങ്ങൾ അഭിനയിച്ചുകൊണ്ട് ദുൽഖറിൻ്റെയും ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരുന്നു. 15.9 മില്യൺ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ദുൽഖറിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർക്കാർക്ക് എതിരില്ലാതെ നിന്ന ഒരു സമയത്തിങ്കലാണ് നമ്മുടെ 2020 ക്രിക്കറ്റിൻ്റെ ഫൈനൽ നടക്കുന്നത്. നമ്മുടെ സഞ്ജു സെമിയിലേക്ക് ടീമിനെ ഉയർത്തിക്കൊണ്ടുവന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇംഗ്ലണ്ടിനെ സെമിയിൽ തോൽപ്പിച്ചു, ഫൈനലിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചു. അങ്ങനെ വമ്പൻ കുതിച്ചുകയറ്റം നടത്തിയ സഞ്ജുവാണ് ടോപ്പ് 2-ൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലോകകപ്പ് തുടങ്ങിയപ്പോൾ സഞ്ജു ചിത്രത്തിലേ ഇല്ലായിരുന്നു. ദുൽഖറായിരുന്നു ലാസ്റ്റ് സ്ഥാനത്ത് നിന്നത്. ലാസ്റ്റ് സ്ഥാനത്തല്ല, 3-ാം സ്ഥാനത്ത് നിന്നത്. അപ്പം കളിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പം ഈ സഞ്ജുവിൻ്റെ കുതിച്ചുകയറ്റം ഒരു വല്ലാത്ത കുതിച്ചുകയറ്റം. ആദ്യമേ ദുൽഖറിനെ പുറത്താക്കി. ദുൽഖറിൻ്റെ 15.9 എന്ന മില്യൺ ഫോളോവേഴ്സിനെ പുറത്താക്കി 16ഉം 17ഉം ഒക്കെ ആയിട്ട് നമ്മുടെ സഞ്ജു ഉയർത്തുന്നതായിട്ടാണ് കാണുന്നത്. അതിനിടയിൽ അനുപമ പരമേശ്വരൻ്റെ 16.6 മില്യൺ ഫോളോവേഴ്സ് എന്നുള്ള കഥയും പഴങ്കഥയാക്കി മാറ്റി. അങ്ങനെ ഇപ്പോൾ സഞ്ജു ചെന്ന് നിൽക്കുന്നത് 17.6 മില്യൺ ഫോളോവേഴ്സിനുള്ളിലാണ്. സഞ്ജുവിൻ്റെ ഈ കുതിച്ചുകയറ്റത്തിന് മുന്നിൽ ഒരാൾ മാത്രമേ ഇപ്പോഴേ ഉള്ളൂ. കീർത്തി സുരേഷാണ് 18.8 മില്യൺ. ഈ വീഡിയോ എടുത്തു കഴിയുമ്പോൾ ഒരു പക്ഷേ ചിലപ്പം 18-ലൊക്കെ സഞ്ജു കടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വമ്പൻ കുതിച്ചുകയറ്റമാണ് ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷം സഞ്ജുവിൻ്റെ ഫോളോവേഴ്സിൽ കാണാൻ പറ്റുന്നത്. അവരെല്ലാം സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. അവരുടെ ടോപ്പിൽ ചെന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ സഞ്ജുവിൻ്റെ കുതിച്ചുകയറ്റം ഒരു വമ്പൻ കുതിച്ചുകയറ്റമാണ്. സഞ്ജുവിനെ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം ഇങ്ങനെ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ദിവസത്തിനുള്ളിൽ കീർത്തി സുരേഷിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നതും പഴങ്കഥയായി മാറും. സഞ്ജു 20-ലൊക്കെ ചെന്ന് നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ മലയാളിയായ സഞ്ജു സാംസൺ ആണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള മലയാളിയായിട്ട് മാറാനുള്ള തുടക്കത്തിൽ തന്നെ. ഇപ്പം 2-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ദുൽഖർ, അനുപമ പരമേശ്വരനൊക്കെ നമ്മുടെ സഞ്ജുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. ഇനി കീർത്തി സുരേഷ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കുറച്ച് ദിവസത്തിനുള്ളിൽ കീർത്തി സുരേഷും മുട്ടുമടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.